മൊയ്തീൻക്ക് ആ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കായി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ. ടി വിയിൽ കാണുന്നതൊന്നുമല്ല, ടി വിക്കാരൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല. ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ. അപ്പുറത്തേക്ക് അങ്ങോട്ട് 7 ക്ലാസ് മുറി ഉണ്ട്. 7 ക്ലാസ് മുറി അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ഇതിന്നാണ് ഇപ്പോൾ നമുക്ക് 5-6 മയ്യത്തടക്കം കിട്ടിയിട്ടുള്ളത്. 2 കാല് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ ആ കാല് കിട്ടിയവൻ്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ എത്ര ആളുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ. ഓക്കെ, ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട. എനിക്ക് 4 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടതാണ് ഇന്നലെ. കളക്ടറേറ്റിൽ നിന്ന് കോൾ വന്നിട്ട് നമുക്ക് നമ്മളെ സംഘത്തിനും. ഓക്കെ, അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യണമെങ്കിൽ ആൾക്കാർ വേണം. അതുകൊണ്ടാണ് വീടൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടല്ലോ. ഈ വീടൊക്കെ ഫുള്ള് മൂടിപ്പോയി. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്, അതായത് കാറ്. എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്. ചൂരൽമല എന്ന് പറഞ്ഞ ടൗണിൻ്റെ ഭാഗത്താണ്. അതിൻ്റെ അടുത്തുള്ള വീടുകളാണിത്. ഏകദേശം ഒരു 10-20 വീടുകളോടെ ഇവിടെ വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അതാ കണ്ടോ, ഇതിൻ്റെ അക്കരെ കാണുന്ന വീടുകളിലെ ആളുകളൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പ്രയാസമുണ്ട്. ഒരു 10-40 മീറ്ററുള്ള കുത്തി ഒഴുക്കുന്ന പുഴയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത്. കാരണം ഇവിടെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വീട് ഏരിയ ആയതുകൊണ്ട് തന്നെ കിണറുണ്ട്, അതുപോലെ കുഴികൾ, ഈ ഷീറ്റ് വന്ന് അടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, മറ്റ് ലൈൻ കമ്പി, അങ്ങനെ ഒരു മുട്ടിനും ഒരാളൊക്കെ താഴ്ചയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കുത്തൊഴുക്കുള്ള പുഴയാണ്. ഈ പുഴയുടെ അപ്പുറത്താണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറേ ആളുകൾ അപ്പുറത്ത് കുടുങ്ങി നിൽക്കുന്ന കുറേ കൂടിയിട്ട് അവർ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രദേശം കംപ്ലീറ്റ് മണ്ണിൻ്റെ അടിയിലാണ്.